നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് നാടണയാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് അപ്രതീക്ഷിത തിരിച്ചടി. യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ തന്നെ കൃത്യമായി രേഖകൾ പരിശോധിക്കാൻ ഒരു മുന്നറിയിപ്പ്. വിവിധ കേസുകളിൽ അകപ്പെട്ടവരുടെ ഫയലുകൾ എമിഗ്രേഷൻ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ പലരുടെയും യാത്ര മുടങ്ങുന്നതായുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതുമൂലം യാത്ര തുടരാനാവാതെ കഴിഞ്ഞ ദിവസം ഏതാനും പേർ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. വിമാനം ചാർട്ടർ ചെയ്ത് പോകുന്നവരും വന്ദേ ഭാരത് വിമാനങ്ങളിൽ പോകുന്നവരും ഇതിൽ ഉൾപ്പെടും. യാത്ര മുടങ്ങിയാൽ വിമാന ടിക്കറ്റ് തുകയും നഷ്ടമാകും. കോടതിയിൽ കേസ് തീർന്ന് പിഴ അടച്ചെത്തിയ ആൾക്കാണ് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യാനാവാതിരുന്നത്. കേസ് തീർന്നതിന്റെ രേഖകൾ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ അധികൃതരെ കാണിച്ചെങ്കിലും സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവാത്തതിനാൽ യാത്രാനുമതി നൽകാനാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു. കോടതിയിൽ തന്നെയുള്ള എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് കാർഡ് കേസ് തീർന്നിട്ടും എമിഗ്രേഷനിൽ അപ്ഡേറ്റ് ആകാത്തതും മൂലം മറ്റൊരാൾക്ക് മടങ്ങേണ്ടി വന്നു. സ്വയം സംരംഭകത്വ വിസ റദ്ദാക്കി പോകുന്നവരുടെ എമിഗ്രേഷൻ കാർഡ് റദ്ദാക്കിയില്ലെങ്കിലും യാത്രാനുമതി ലഭിക്കില്ല. ഇതു സംബന്ധിച്ച് അടയ്ക്കാനുള്ള പിഴ തീർത്ത് ഫയലിൽ തീർപ്പാക്കണം. ഇതേസമയം KMCC ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ടിക്കറ്റ് തുക നഷ്ടപ്പെടില്ലെന്നും അടുത്ത വിമാനത്തിൽ യാത്രാ സൗകര്യം ഒരുക്കുമെന്നും അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി പറയുന്നു. ശിശുക്കളുടെ യാത്രയ്ക്കും വിസ സ്റ്റാമ്പ് ചെയ്യണം. കോവിഡ് പശ്ചാത്തലത്തിൽ ഏതാനും മാസമായി നവജാത ശിശുവിന് വിസ സ്റ്റാമ്പ് ചെയ്യാതെ തന്നെ യാത്രാനുമതി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഒന്നുകിൽ വിസ സ്റ്റാമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഔട്ട് പാസ് എടുക്കുകയോ ചെയ്താൽ മാത്രമേ നവജാത ശിശുക്കൾക്ക് യാത്രാനുമതി നൽകുകയുള്ളൂ. ഇതുമൂലം 35 ദിവസം പ്രായമായ കുട്ടിക്കും മാതാപിതാക്കൾക്കും യാത്ര തുടരാനായില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.